ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വാഴയ്ക്കയും കുരുമുളകും ഒക്കെ ചേർന്ന് ഒരു വാഴയ്ക്ക മുളകോഷൻ തയ്യാറാക്കാം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. മുളകോഷൻ തയ്യാറാക്കാനായി 2 വാഴയ്ക്ക ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നതാണ്. തോരനൊക്കെ അരിയുന്ന പരുവത്തിൽ അരിഞ്ഞാൽ മതിയാകും. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി. ഇത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചത്. ഇനി നമുക്ക് തയ്യാറാക്കാനായി ഒരു പാൻ വെക്കാം. പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതും ചൂടായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഇളക്കാം. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇനി നമുക്ക് മുളകോഷൻ തയ്യാറാക്കാനായി ഒരു പാൻ എടുക്കാം. അതിലേക്ക് അരിഞ്ഞ വാഴയ്ക്ക ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അരച്ച കുരുമുളകും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർന്ന അരപ്പോടെ ചേർത്ത് കൊടുക്കാം. വാഴയ്ക്ക വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി മൂടി വെച്ച് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ആദ്യം വേവിച്ചെടുക്കണം. വെള്ളമെല്ലാം ഒന്ന് കുറുകി വാഴയ്ക്ക വെന്ത് വരുന്ന സമയം ഫ്ലെയിം ലോയിലേക്കാക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത പുളി നന്നായി പിഴിഞ്ഞത് ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചതച്ച വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ശർക്കരയും ചേർത്ത് ഇളക്കാം. ഇനി ഒരു 3 മിനിറ്റ് ചെറുതീയിൽ വേവിക്കാം. ഇപ്പോൾ മൂടി തുറന്ന് ഉപ്പും പുളിയും എരിവും എല്ലാം പാകമാണോ എന്ന് നോക്കണം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായി പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും 1/2 ടീസ്പൂൺ കടുകും ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും 2 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് വരുന്ന സമയം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മുളകോഷനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയുള്ളൂ, നമ്മുടെ രുചികരമായ മുളകോഷൻ തയ്യാറായി കഴിഞ്ഞു. നല്ലൊരു ഔഷധം കൂടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.